Hi my dear students, once again welcome back to Basic Mathematics. In this fourth class, we are going to discuss about the addition. In the last class also we have discussed the properties of addition, that is addition of integers. And today we are going to discuss the addition of fractions, means rational numbers. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ രസകരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക്സ് എല്ലാവരും ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയായിട്ട് നിങ്ങൾ നമ്പർ ഇട്ട് എഴുതിക്കൊള്ളുക. ഇനി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 1/5 + 3/5. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരിതാണ്. ഞാൻ ഇന്ന് ഇതിന്റെ നമ്പർ കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് നമ്പർ ഇടാം. കഴിഞ്ഞ ദിവസം നമ്മൾ 10 ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ 32 ക്വസ്റ്റ്യൻ നമ്മൾ ഹോംവർക്ക് ചെയ്തിരുന്നു. അപ്പോൾ 32ഉം പിന്നെ 42. അപ്പോൾ നമുക്ക് 43ാമത്തെ നമ്പറായിട്ട് ഇതിനിടാം. 1/5 + 3/5. ഇതെങ്ങനെയാ മക്കളെ കൂട്ടുന്നത് നിങ്ങൾ ഓർക്കുന്നോ? എങ്ങനെയാ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടും അല്ലേ? 4 5 5 10 ഇങ്ങനെയാണോ കൂട്ടുന്നത്? അല്ല, ദിസ് ഈസ് റോങ് അല്ലേ? നമ്മൾ ഫ്രാക്ഷൻസ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് കൂട്ടിയാലും കുറച്ചാലും, അഡീഷൻ സബ്ട്രാക്ഷൻ രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രാക്ഷൻസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റൂ. അപ്പൊ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ കിട്ടേണ്ട ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ആ കോമൺ ആയിട്ട് വരുന്ന ഡിനോമിനേറ്റർ തന്നെയാണ്. സ്വഭാവം തന്നെ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യാം. 1 + 3, that is 4/5. ഇത്രയേ ഉള്ളൂ സാധനം. ഇനി നമുക്ക് ഇതിന്റെ ഒരു മീനിങ്ങിലേക്ക് ഒന്ന് പോകാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ആപ്പിളിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 5ൽ ഒരു പോർഷൻ, അതാണിത്, 5ൽ ഒരു പോർഷൻ. പിന്നെ അപ്പോൾ 5ൽ ഒരു പോർഷൻ നമ്മൾ ഒരാൾക്ക് കൊടുത്തു. അപ്പൊ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഒരു പീസ് ഒരാൾക്ക് കൊടുത്തു. അടുത്ത 3 പീസ് വേറൊരാൾക്ക് കൊടുത്തു. അതാണ് അതിന്റെ മീനിങ്. അതാണ് 5ൽ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിനകത്ത് ഒരു പീസ് ഒരാൾക്ക് കൊടുത്തു, 3 പീസ് വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ എത്ര പീസ് ഉണ്ട്? 5 പീസിൽ ഒരാൾക്ക് ഒരു പീസ് കൊടുത്തു, 3 പീസ് വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 4 പീസ് പോന്നു കഴിഞ്ഞു. അതാണ് ഈ 4. 5ൽ 4 എടുത്തു കഴിഞ്ഞു. ഇനി ഒരു പീസും കൂടെ മിച്ചമുണ്ട് അല്ലെ? അപ്പൊ എപ്പോഴും കൂട്ടുമ്പോ എന്ത് കിട്ടണം? അപ്പൊ ഈ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ നമ്മൾ അതും കൂടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഫുള്ള് കിട്ടണം. അപ്പൊ നമ്മൾ 4 പീസ് കൊടുത്തു, ഒരു പീസ് മിച്ചമുണ്ട്. ടോട്ടല് അപ്പൊ 5 പീസായി, 5ൽ 5 ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇതാണ് അതിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ. അത്രയും ഓർത്താൽ മതി. നമുക്ക് വേറൊന്നും എടുത്ത് നോക്കാം. 3/8 + 4/8 - 2/8. അഡീഷനും സബ്ട്രാക്ഷനും കൂടെ മിക്സ് ചെയ്ത് വന്നോട്ടെ, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് തന്നെ ഇത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഡിനോമിനേറ്റർ എല്ലായിടത്തും 8 ആണ്. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ 8 വരും. പിന്നെ 3 ഉണ്ട്, +4 ഉണ്ട്, +2 ഉണ്ട്. So answer is 3 + 4, 7 + 2, 9. So 9/8. That's answer. Okay മക്കളെ, ഈ 9/8 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതിനെ നമുക്ക് ഇങ്ങനെ വേണം എഴുതാം, 1 and 1/8. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ഉള്ളത് 8 ആയിട്ട് കട്ട് ചെയ്ത ഒരാപ്പിൾ അല്ല, 2 ആപ്പിളുണ്ട്. കാരണം ഇത് 1ൽ കൂടുതലുണ്ട്. 9/8 എന്ന് പറയുമ്പോൾ 1ൽ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ പറയും ഇത് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഇത് 3/8. 8 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്പിള്, അടുത്ത വേറൊരു സെറ്റ്, എല്ലാം ഇങ്ങനെ 8 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. പല സെറ്റുകളുണ്ട്.
അപ്പൊ അതിൽ 8ൽ ഒരു 3 എടുത്ത് ഒരാൾക്ക് കൊടുത്തു, 4 എടുത്ത് വേറെ ഒരാൾക്ക് കൊടുത്തു. പിന്നെ അവിടെ എത്ര എണ്ണം വെച്ചുണ്ട്? ഒരു ആപ്പിൾ ഒരു പ്ലേറ്റിൽ കട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ 3 ഒരാൾക്ക് കൊടുത്തു, 4 ഒരാൾക്ക് കൊടുത്തു, അപ്പൊ 7 ആയി. ഇനി ഒരെണ്ണം വെച്ചുണ്ട് അല്ലെ. അപ്പോ അടുത്ത ആൾക്ക് 2 പീസ് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത പ്ലേറ്റിൽ നിന്ന് കൂടെ ഒരെണ്ണം എടുക്കണം അല്ലെ. അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ നമ്മൾ നോക്കിയ എത്ര എടുത്തിട്ടുണ്ട്? അപ്പം 2 ആപ്പിളോ 3 ആപ്പിളോ എത്രയെങ്കിലും ആയിക്കോട്ടെ, 8 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാപ്പിള് ഫുള്ളുണ്ട്. അതാണ് ഈ വന്നേക്കണേ. പിന്നെ 8ൽ ഒരു ഭാഗം കൂടെ, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഫ്രാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കും. മിക്സഡ് ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് ഇതിന് വലിയ റോളൊന്നും നമ്മുടെ കാൽക്കുലേഷനകത്ത് ഇല്ല. നമ്മൾ സാധാരണ എല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലാണ്. അപ്പൊ ഈ മിക്സഡ് ഫ്രാക്ഷന് വലിയ റോളില്ല. പക്ഷെ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും. അപ്പോൾ അത് ആ തരത്തിൽ കൂടെ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് വേറൊരു കാര്യം കൂടെ പരിചയപ്പെടാം. ഇപ്പൊ ഒരു മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിചാരിക്കാം 1 and 1/8 പ്ലസ് 3 and 1/8 പ്ലസ് 4 and 1/8 എന്ന് വെച്ചാൽ മീനിങ് മനസ്സിലായോ? ഇവിടെ 8 ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആപ്പിളിനെ ഇങ്ങനെ പല ഗ്രൂപ്പുകളാക്കി ഓരോ ആപ്പിള് 8 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കും. ആ 8 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഒരു ആപ്പിളും പിന്നെ 8ൽ ഒരെണ്ണം കൂടെ ഒരാൾക്ക് കൊടുത്തു. അപ്പൊ ആക്ച്വലി ഇങ്ങൾക്ക് എത്ര പീസ് കിട്ടും? ശരിക്കും പറഞ്ഞാൽ ഇങ്ങൾക്ക് എത്ര പീസാ കിട്ടുന്നത്? ഒരു ഫുൾ ആപ്പിളുണ്ട്, പിന്നെ ഒരു 8 ആയിട്ട് കട്ട് വെച്ചിരിക്കുന്ന ആപ്പിളിന്റെ ഇവിടെ 8 ആയിട്ടാണ് എല്ലാ ആപ്പിളും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാപ്പിളും ഉണ്ട്, പിന്നെ 8 ആയിട്ട് കട്ട് വെച്ചിരിക്കുന്ന ഒരു പീസും കൂടെ ഉണ്ട്. ഒരു ഫുൾ ആപ്പിളും ഒരു പീസും. ഒരു ഫുൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 8 ആയിട്ട് കട്ട് വെച്ചിരിക്കുന്ന 8 പീസ് വരും, പിന്നെ ഒരു പീസും കൂടെ. അപ്പൊ എത്ര വരും? 9/8. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ഇത് അതിന്റെ പ്രാക്ടിക്കൽ മീനിങ്. നമ്മൾ ഇനി മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഈ 1 into 8 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. 1 into 8 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ 1 into 8 8 plus 1 9. അങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത്. 8 into 1 8 plus 1 9/8. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കോ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? 3ഉം പിന്നെ ഒരു 3 ഫുൾ ആപ്പിൾ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം 8 ആയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ 3 ഫുൾ ആപ്പിൾ എടുക്കുമ്പോൾ എത്ര പീസ് വരും? 24 പീസ്. അതാണ് ഈ 3 into 8 എന്ന് പറഞ്ഞത് 24. അപ്പൊ 3 ഫുൾ ആപ്പിൾ ആയപ്പോ 24, പിന്നെ ഒരു പീസും കൂടെ ഉണ്ട്. അപ്പൊ എത്രയാവും? 25. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 3 into 8 24 പ്ലസ് ഈ 1. സോ 25 divided by 8. ഓക്കെ. ഇവിടെ എല്ലാം നമ്മൾ ഈ 1/8 ഇല്ല. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 2/8 ചെയ്ത് ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം 2/8 ആക്കിയേക്കാം. ഓക്കെ. പ്ലസ് ഇവിടെ നോക്കിയ 4 ആപ്പിൾ ഉണ്ട്. 4 ഫുൾ ആപ്പിൾ. അപ്പൊ എത്ര പീസ് വരും? ഒരാപ്പിൾ 8 പീസ്. അപ്പൊ 4 ഫുൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 32 പീസ് വരും. അതാണ് ഈ 4 into 8 32. പിന്നെ 2 പീസും കൂടെ. അപ്പൊ എത്രയായി? 34 divided by 8. ഓക്കെ. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ എഴുതാം. ഇത് ന്യൂമറേറ്റർ നമ്മൾ കൂട്ടിയാൽ മതി. 8 plus 25 plus 34 that's equal to 8 over. ഇത് നമുക്ക് കൂട്ടാം. 20 25ഉം 34. അപ്പൊ 20ഉം 30ഉം 50 ആയി. 5ഉം 4ഉം 9 ആയി. 59ഉം 8ഉം 67. കണ്ടോ? ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാമല്ലോ. എങ്ങനെയാ ചെയ്യുന്നത്? 8നകത്ത് ഈ 67നകത്ത് 8 പീസ് ഇടുമ്പോൾ ആപ്പിളാവും. അപ്പൊ 67നകത്ത് 8ന്റെ എത്ര കളക്ഷൻ ഉണ്ടെന്ന് നോക്കിയാ പോരെ. 67നകത്ത് 8ന്റെ എത്ര കളക്ഷൻ ഉണ്ട്? 8 കളക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ 8 ഫുൾ ആപ്പിള് 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി 8ൽ എത്ര പീസ് മിക്സ് ഉണ്ടാവും? 8 ഫുൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ 8 into 8 64 ആവും. പിന്നെ ഒരു 3 പീസ് കൂടെ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാമല്ലോ. 67നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 8 into 8 64. റിമൈൻഡർ 3. അപ്പൊ നമ്മൾ എഴുതും 8ഉം അത് ഈ 8 ആണ്. പിന്നെ ഒരു 3 പീസ് മിച്ചമുണ്ട്. അതിനെ വീണ്ടും നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിനകത്താണ് 3 പീസ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡഡ് ബൈ 8. ആ 8 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുന്നതായിരിക്കും. ഇത് കോഷ്യന്റ്, ഇത് റിമൈൻഡർ. കോഷ്യന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്ന ഈ സാധനം 8. ഓക്കെ. 8 and 3/8.
അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. അപ്പൊ ഇതൊരു മെത്തേഡ്. ഇനി ഇതല്ലാണ്ട് വേണേ നമുക്ക് ഇതിനെ ഡയറക്റ്റ് വേണേ ആഡ് ചെയ്യാം. എങ്ങനെയാണ്? ഇതിന്റെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്പിൾ ആണല്ലോ നമ്മൾ എപ്പോൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആപ്പിൾസ് എല്ലാം കൂടെ കൂട്ടാം. ഒരാപ്പിള് 3 ആപ്പിള് 4 ആപ്പിളായി, പിന്നെ 4 ആപ്പിള് അപ്പൊ 8 ആപ്പിളായി. ഈ 1 3 4 4 + 4 8. പിന്നെ എത്ര പീസുകളുണ്ട്? 8ൽ 1 ഉണ്ട്, 8ൽ 1 ഉണ്ട്, അപ്പൊ 2 പീസായി. പിന്നെ ഇവിടെ 2 പീസുകളുണ്ട്, അപ്പൊ 4 പീസാവും. അപ്പൊ 4/8 അല്ലെ? 2 1 3 4. അപ്പൊ നമ്മൾ ഇവിടെ എവിടെയോ എഴുതിയത് എവിടെ തെറ്റിപ്പോയിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ഈ 9ന് പകരം ഇവിടെ നമ്മൾ എഴുതിയപ്പോ 8 എഴുതി, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. 8 1 9. ശരിക്കും ആക്ച്വലി ഇത് 9 ആയിരുന്നു വരേണ്ടത്. നമ്മൾ എഴുതിയപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, 9. അപ്പോൾ മാത്തമാറ്റിക്സിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇത് 67 സ്ഥാനത്ത് 68 വരും. ഓക്കെ, എന്നാലേ ഉള്ളൂ ഇത് ശരിയാവുള്ളൂ. അപ്പൊ ഇത് 4/8 എന്ന് വരും. 3 അല്ല, ഇത് 4/8. 68 ആണ്. അപ്പൊ ഇവിടെയും 4 വരും. ഓക്കെ, അപ്പൊ ഇത് 4/8 വരും. അപ്പൊ 8 ആൻഡ് 4/8. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം 8ഉം ഈ 4 8ഉം കൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. 1/2 ആണ് എന്ന് പറഞ്ഞാല് 8ൽ 4 പീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി ആയല്ലോ. അപ്പൊ 8ഉം പിന്നെ ഒരു അരയും 8.5 എന്ന് വേണേൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾക്ക് ഈ ഇത്തരത്തില് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഇത് നമ്മളുടെ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിലേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചെണ്ണം നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഫസ്റ്റ് നമുക്ക് ചെയ്യാം 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒന്നാണ്, നമ്മൾ 46ാമത്തെയാണ്. ഇത് ഇപ്പൊ നമ്മൾ ചെയ്തോളം ചെയ്യാം. ഈ 4ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 8 വരും അല്ലെ? പിന്നെ 4/7 ഉണ്ട്, 4/7 ഉണ്ട്. അപ്പൊ എത്ര വരും? 7 എന്തായാലും താഴെ ഉണ്ട്. 4ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 8 ആവും അല്ലെ? 8 ആൻഡ് 8/7. ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ പ്രോപ്പർ ആക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നേരിട്ട്, കാരണം ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാം. ഇത് 47. ക്വസ്റ്റ്യൻ നമ്പർ 47. ഓക്കെ, ഇത് നോക്കിക്കേ. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പൊ എത്ര വരും മക്കളെ? 8 + 10 18 അല്ലെ? ഡിനോമിനേറ്റർ ബാക്കി സെയിം ആണ്, 11 ആണ്. ഈ 7ഉം 8ഉം കൂടെ കൂട്ടാം. അപ്പൊ എത്ര വരും? 15 വരും. സോ ആൻസർ ഈസ് 8 ആൻഡ് 15/11. ഓക്കെ ഓക്കെ. ദെൻ ഇത് നോക്കാം. നമുക്ക് ഇത് 47. ദെൻ ഇത് ദിസ് ഈസ് 48. ക്വസ്റ്റ്യൻ നമ്പർ 48. 2 and 3/6, 1 and 3/6. അപ്പൊ ഈ 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 3 ആയി. പിന്നെ ഇത് 6 ആണ്, അതുകൊണ്ട് 6 3 + 3 6/6 അല്ലെ? നോക്കിക്കേ, 2 + 1 3, പിന്നെ 3/6ഉം 3/6ഉം എന്ന് വെച്ചാൽ 6/6. 6/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 6/6 എന്ന് പറഞ്ഞാൽ 6 ആയിട്ട് കട്ട് ചെയ്താൽ 6ഉം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കിട്ടിയെന്നല്ല അർത്ഥം. അപ്പൊ ആക്ച്വലി അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ച നമ്മൾ ഡിവിഷനിലേക്ക് വരുന്നുണ്ട്. അത് പഠിക്കുന്ന പോലെ ആണെങ്കിൽ 6ഉം 6ഉം വെട്ടിക്കളയുമ്പോൾ 1 വരും. അപ്പൊ 3 പിന്നെ ഒരു 1ഉം കൂടെ, അപ്പൊ ആക്ച്വലി 4 എന്ന് പറയാം. അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഇപ്പൊ നിങ്ങൾ 3 and 6/6 എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ആലോചിക്കാം. ഇവിടെ ഈ 3/6 എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ പകുതി കിട്ടി, പിന്നെ ഒരെണ്ണത്തിന്റെ പകുതിയാണ്. അപ്പൊ 2 പകുതി കൂടുമ്പോൾ ഒരെണ്ണം ആയല്ലോ. അപ്പം 2ഉം ഇവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ, അപ്പൊ 4 എണ്ണം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ നമുക്ക് ഇത് ചെയ്യാം. 49. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇവിടെ നമുക്ക് വളരെ ഈസിയാണ്. 4 + 2 that is 6. 1/7 + 2/7 that is 3/7. സിമ്പിൾ അല്ലേ? സോ മാത്തമാറ്റിക്സ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് 49, 50, 51. ഇതിന് ക്വസ്റ്റ്യൻ നമ്പർ 50, 50. ഇത് 50th ക്വസ്റ്റ്യൻ. ഇത് 51. ഓക്കെ, ഇത് 52nd.
53rd. ഇനി നമുക്ക് ചെയ്യാം. This is 54th one. 54 and 55. Okay. This is 54 and this is 55. Okay. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായല്ലോ, മിക്സഡ് ഫ്രാക്ഷൻസിന്റെ അഡീഷൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സെറ്റിലേക്ക് പോകാം. നമ്മുടെ 56ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുന്നത് സെയിം ഡിനോമിനേറ്റർ അല്ലാതെ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഇത് 56ാമത്തെ ക്വസ്റ്റ്യൻ. 2/4 + 1/2. ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം അല്ല എങ്കിൽ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 2/4 ആണ്, ഇവിടെ 1/2 ആണ്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഒന്നുകിൽ ഇതിനെ 2 ആക്കുക, അല്ലെങ്കിൽ ഇതിനെ 4 ആക്കുക. അപ്പോ ഇത് 4 ആക്കുക എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഇവിടെ ഈ കേസിൽ 2 എളുപ്പമാണ്. ഇവിടെ ഇത് 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മള് ഇവിടെ 1/2 ആണ്, അതിനെ നമ്മളൊരു 2 കൊണ്ട് താഴെ ഗുണിക്കുക, മേളിലും ഗുണിക്കുക. അപ്പൊ ശരിക്കും ആക്ച്വലി ഇത് കട്ടായി പൊക്കോളും, വാല്യൂവിന് യാതൊരു വ്യത്യാസം വരത്തില്ല. അപ്പോൾ നമ്മൾ കട്ടാക്കി കളയാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 2/4 ഇത് 1 × 2 2 ആവും, 2 × 2 4 ആവും. കേട്ടോ, ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയ പിന്നെ ചെയ്യാൻ നമുക്ക് അറിയാമല്ലോ. 4 ഇത് തമ്മിൽ ചെയ്യുമ്പോൾ 2 + 2 2 + 2 4 ആയി. സോ 4/4 ദാറ്റ്സ് ഈക്വൽ ടു 1 ആയി. നമുക്കറിയാം 4/4 1 ആണ്. ഒന്നുകിൽ അങ്ങനെ ചെയ്യും. ഇതാണ് ഇവിടെ എളുപ്പത്തിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പക്ഷേ എപ്പോഴും ഇങ്ങനെ എളുപ്പത്തിലാക്കുക, ഒരുപോലെ ആക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് മിക്കവാറും ഒക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും. എങ്ങനെയാണ്? 2/4 + 1/2 ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യും, ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലെ? 2 × 2 4 + 4 × 1 4 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഗുണിക്കും 8. അപ്പൊ ഇത് 8/8 എന്ന് വരും, 1 ആവും. അത് ഒരു മെത്തേഡ്. പക്ഷെ അത് എപ്പോഴും എളുപ്പമല്ല. അപ്പൊ 3 എണ്ണൊക്കെ വരുവാണെങ്കിൽ നമ്മൾ 2 എണ്ണം എടുത്തിട്ട് വീണ്ടും അതുപോലെ ആക്കി ചെയ്യും. അപ്പൊ അങ്ങനെ ഈ കൂടുതൽ നമ്പേഴ്സ് വരുവാണെങ്കിൽ അതിനെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ ഇങ്ങനെ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് LCM എന്ന് പറയും. LCM നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഈ ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിച്ചാൽ മതിയാവും. ഇവിടെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇവിടെയും ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ 2ന്റെയും 4ന്റെയും LCM ഒന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ ഒന്ന് നമ്മൾ റിവൈൻഡ്, കാരണം LCM കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്. 4 2 നമ്മൾ ഈ 2 നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് എങ്ങനെ എഴുതും അല്ലെ? ഓർക്കുന്നുണ്ടാവും എങ്ങനെയൊക്കെ വരച്ച് എഴുതൊക്കെ. അപ്പൊ നമ്മൾ ഏറ്റവും ഇതിനെ 2നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കും. ഇതിന്റെ മീൻസ് ഡിവൈസർ കണ്ടുപിടിക്കും. ഇതിന്റെ ഏറ്റവും ചെറിയ ഡിവൈസർ 2 ആണ്. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പൊ കഴിഞ്ഞു. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2 4 4 × 1 ഇതിങ്ങനെ 2 × 2 4 4 × 1 4. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ 4 ആണ്. ഇനി ഇപ്പൊ നമ്മൾക്ക് ആ തരത്തിൽ ഇതിനൊന്ന് ചെയ്ത് നോക്കാം. 4 ആണ് ഇതിന്റെ കോമൺ ഡിനോമിനേറ്റർ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ 4 കോമൺ ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി നമ്മളുടെ പ്രോബ്ലം എന്താണ്? ഇവിടെ തന്നെ ആയിക്കോട്ടെ. 2/4. അപ്പൊ 4 കോമൺ ഡിനോമിനേറ്റർ. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് അവിടെ എഴുതാം. 4 കോമൺ ഡിനോമിനേറ്റർ നമ്മുടെ 2/4 ആണ്. ഈ 2/4 ഈ 4നെ നമ്മൾ എന്താക്കണം? 4 തന്നെയാണ്, അതുകൊണ്ട് നമ്മുടെ ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളവിടെ ആ നമ്പർ അതുപോലെ ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതിയാൽ മതിയാവും.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ ന്യൂമറേറ്റർ അവിടെ അതുപോലെ തന്നെ എഴുതാം. ഏത് 2/4 എന്നുള്ളടുത്ത് നമ്മൾ 2 എന്നുള്ള ന്യൂമറേറ്റർ മാത്രം എഴുതിയാൽ മതി. 2 പ്ലസ് അടുത്തത് 1/2 ആണ്. ഇവിടെ നമുക്ക് ഈ 1/2 എന്നുള്ളതിന്റെ ഈ ഡിനോമിനേറ്ററിലെ 2വിനെ നമുക്ക് എന്താക്കണം? 4 ആക്കണം. 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മേളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ നമുക്ക് ഈ മേളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 1 അല്ലെ, 1 × 2 അതാണ് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പൊ 2 ആയി. സോ ഇറ്റ് ഈസ് 4/4 ആയി, 1 ആയി. അപ്പൊ ഇതാണ് നമ്മൾ LCM കണ്ടുപിടിച്ച് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ 56ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് 4/4 1 എന്ന് എഴുതാം. ഓക്കെ, 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ്. ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം ആണ് അല്ലെ. അപ്പൊ അതിന്റെ LCM കണ്ടുപിടിക്കണം. 3യുടെയും 4ന്റെയും LCM എങ്ങനെ കണ്ടുപിടിക്കണേ? 3യുടെയും 4ന്റെയും LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ രണ്ടിനും കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ 3യുടെയും 4ന്റെയും LCM കണ്ടുപിടിക്കാം. ഇവിടെ എടുക്കുന്നു. 3നെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പർ, അങ്ങനെ ഒരു നമ്പർ ഇല്ല അല്ലെ. അങ്ങനെ നമ്മൾ 2 കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ 2 കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് പറ്റും. 3 കൊണ്ട് എടുത്താൽ ഇതിനെ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ LCM എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് അത് തമ്മിൽ പ്രോഡക്റ്റ് എടുക്കും. സോ LCM is equal to 3 × 4 that is 12. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 2/3 ആണ് നമുക്ക് വന്നിരിക്കുന്ന 2/3. 2/3നെ ഇവിടെ ഡിനോമിനേറ്റർ 12 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഈ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ന്യൂമറേറ്റർ 4 പ്ലസ് ഇത് 3/4 ആണ്. 3/4നെ ഡിനോമിനേറ്റർ 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? അവിടെ 9 വരും. 3 × 3 9. സോ ആൻസർ ഈസ് 9 + 4 13/12 എന്ന് വരും. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 58ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 4ഉം 6ഉം ആണ്. അപ്പൊ നമുക്ക് LCM കണ്ടുപിടിക്കാം. 4 6 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് 2 വരും, 3 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്നും വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഒന്നുമില്ല അല്ലെ. 2നെയും 3നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഒന്നും ഇല്ലാത്തതിനാൽ നമ്മുടെ ആ പ്രോസസ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 × 3 12. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ 12 ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 12 ആവും. ഇനി ഇവിടുത്തെ ഡിനോമിനേറ്റർ 12 ആണ്. അപ്പൊ ഈ ഡിനോമിനേറ്ററിനെ 12 ആക്കണമെങ്കിൽ എത്ര വേണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 × 3 9. യെസ്, ഇത് 6 ആണ്. 12 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 × 2 8. സോ ആൻസർ ഈസ് 17/12. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് പോവാം. 59th ക്വസ്റ്റ്യൻ. ഓക്കെ, 12 and 4. 12 4 ഡിനോമിനേറ്ററിന്റെ LCM എത്ര വരും? 2 കൊണ്ട്. അപ്പൊ ഇത് 6 വരും, 2 വരും, വീണ്ടും 2 ഉണ്ട് അല്ലെ, പറ്റും നമുക്ക്. അപ്പൊ ഇത് 3 വരും, ഇത് 1 വരും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ LCM എന്ന് പറഞ്ഞാൽ എന്തെടുക്കും? 2 × 2 4, 4 × 3 12, 12 × 1 12. സോ LCM ഈസ് 12 വരും. അപ്പൊ നമ്മൾ ഇത് 12 ആക്കും. ഇനി ഓരോന്നിന്റെ ഡിനോമിനേറ്റർ 12 ആക്കണം. ഇവിടെ 12 ആണ്, അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ന്യൂമറേറ്റർ അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ 12 ആക്കണമെങ്കിൽ എന്ത് വേണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 3 that is 3. So the answer is 5/12. മക്കളെ മനസ്സിലായോ? യെസ്. ഇത് 59, ഇത് 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇത് 61ാമത്തെ ക്വസ്റ്റ്യൻ. 61 ഇത് നമുക്ക് ചെയ്യാം. ആൻസർ ഈസ് 3/4 അല്ലെ. യെസ്. ഇവിടെയോ? ഇവിടെ മക്കളെ 12ഉം 3ഉം ആണ്. അപ്പൊ നമ്മൾ LCM കണ്ടുപിടിക്കണം. 12 3. 2 കൊണ്ട് പറ്റില്ല, അപ്പൊ 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് പറ്റും. ഇത് 4 വരും, ഇത് 1 വരും. അപ്പോ LCM എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 4 12, 12 × 1 12. So
So the LCM is 12. 12. Common denominator 12. ഇവിടെ 12 ആണ് ഒരെണ്ണം, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. 10 അതുപോലെ എഴുതിയാൽ മതി. പ്ലസ് ഇത് 3 ആണ്, 12 ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 4 8. So the answer is 18/12. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 18/12 കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇത്രയും കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. 6 കൊണ്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ 3 വരും. 3/2 എന്നൊക്കെ എഴുതാം. 6 കൊണ്ട് കട്ട് ചെയ്തിട്ട് ആൻസർ അങ്ങനെ വേണം എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതിയാവും, കുഴപ്പമില്ല. Then question number 62. മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ 3, 4 ആണ്. 3, 4ന്റെയും LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് LCM എന്ന് പറഞ്ഞാൽ 12 ആണ്. 3 into 4 12. ഇപ്പൊ 12. ഇതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 4 8 വന്നു. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 3 3 വന്നു. So answer is 11/12. Okay. Then 63. ഇവിടെയും ഡിനോമിനേറ്റർ 3ഉം 4ഉം ആയതുകൊണ്ട് 12 തന്നെ വരും. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ 12 ആക്കാൻ വേണ്ടി 4 ഉണ്ട്. 4 into 1 4. ഇതിന് 3 ഉണ്ട്. സോ മുകളിലും 3 into 3 9. So it is 13/12. മക്കളെ മനസ്സിലായല്ലോ ചെയ്യുന്നത് എങ്ങനെയാന്ന്? ഓക്കെ. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ LCM കണ്ടുപിടിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമ്മൾ 63 ആണ് ക്വസ്റ്റ്യൻ എഴുതിയ. ഈ കൂട്ടത്തിൽ ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാണ്. ഒരു 9 into 3 27 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇത് ചെയ്ത് പഠിച്ചാൽ മതിയാവും. ഇത് എല്ലാം ഉണ്ട്. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നുണ്ട്, സെയിം അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇത് കണ്ടുപിടിച്ച് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്, നിങ്ങൾ നേരെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സെയിം ആയിട്ട് വരുന്നതുമായിട്ടുള്ള ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുന്ന കാര്യം LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ഈ ക്വസ്റ്റ്യൻസ് 63 നമ്മളിപ്പോൾ ചെയ്തു. ഇതൊരു 27 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ 90 ക്വസ്റ്റ്യൻ ആവും നമ്മുടെ ടോട്ടൽ. ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പം ഇത് ഫുള്ള് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ആൻസറും നിങ്ങൾക്ക് തരാം. ആൻസറും നിങ്ങൾ തന്നെ ചെയ്യുക. ആൻസർ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. ഇതിന്റെ ആൻസേഴ്സ് ആണ്, നിങ്ങൾക്ക് നോക്കി വെരിഫൈ ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ക്വസ്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് ആൻസർ ഇങ്ങോട്ട് തരുന്നത്. ചെയ്ത് നോക്കി നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ മക്കളെ. ബാക്കിയുള്ളതിൻ്റെ ആൻസറിങ് കൂടെ നമ്മൾ ഇവിടെ വരെയാണ് നമുക്കുള്ള 9 ക്വസ്റ്റ്യൻസ്. സോ ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ സുഖമായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ. ഹാവ് എ നൈസ് ഡേ.